സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർ തന്നെയാണ്. സോൾ ഓണർ, ഒരു വ്യക്തി, ഒരാളാണ് ഓണർ. രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ്. മൂന്നാമത്തത് ജോയിന്റ് ഹിന്ദു ഫേം അല്ലെങ്കിൽ HUFF എന്ന് പഠിച്ചാൽ മതി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫേം, HUFF. അടുത്തതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ വരുന്നതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ, പിന്നെ വരുന്ന ടേംസ് ഏതൊക്കെയായിരുന്നു? അത്രയേ ഉള്ളൂ, മെയിനായിട്ട് അത്രയേ ഉള്ളൂ. മൾട്ടിനാഷണൽ കമ്പനി നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം, ആ ഒരു കാറ്റഗറിയിൽ. MNC ഉൾപ്പെടുത്താം. മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞ 5 കാര്യങ്ങൾ അല്ലേടാ: സോൾ പ്രൊപ്പറേറ്റർ, പാർട്ട്ണർഷിപ്പ്, ഹിന്ദു അൺഡിവൈഡഡ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കമ്പനി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു ഓവറോൾ ഇതായില്ലേ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഫോംസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ 5 ടേമാണ് ഓർത്തിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ജോയിന്റ് ഹിന്ദു ഫാമിലി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കമ്പനി എന്ന് എഴുതിയാൽ മതി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതാണ് അതിൻ്റെ ഫുൾ ഫോം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇനി ഒന്നാമത്തതിലേക്ക് വരിക. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ തവണ essay ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഏരിയ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അത് essay ക്വസ്റ്റ്യനാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഒരു ചോദ്യം, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാം ആണെങ്കിൽ ചിലപ്പോൾ 5 മാർക്കിനായിരിക്കാം. essay തന്നെ വരണം നിർബന്ധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് മോഡൽ കഴിഞ്ഞാൽ അറിയാം. മോഡലിന് അത് essay വല്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് essay പഠിക്കരുത്. അങ്ങനെയാണ്. മോഡലിന് ഒരു ക്വസ്റ്റ്യൻ essay ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ essay വരില്ല. ആ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ essay വരില്ല. ഗവൺമെൻറ് മോഡലിൻ്റെ കാര്യം പറയുന്നത്, നമ്മുടെ മോഡലിനല്ല, ഗവൺമെൻറ് മോഡലിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് മോഡൽ നമുക്കൊരു സൂചനയാണ്, ഇത് ഇങ്ങനെയാണ് വരിക. അത് പിന്നെ എന്ത് ചെയ്യുക, അത് വേറെ മാർക്കിലേക്ക് കുറയ്ക്കുക. അവർ 4 മാർക്കിനോ 5 മാർക്കിനോ അവർ കുറയ്ക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ essay വരില്ല. പബ്ലിക്കിനിട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് മോഡലിനിട്ട സെയിം ക്വസ്റ്റ്യൻസ് വരില്ല. സെയിം ക്വസ്റ്റ്യൻസ് മീൻസ് അതേ മാർക്കിന് വരില്ല. 5 മാർക്കിന് ഇട്ടാൽ ചിലപ്പോൾ 8 മാർക്കിനായിരിക്കാം. 8 മാർക്കിന് ചിലപ്പോൾ മാർക്ക് മാറും. ക്ലിയർ ആയോ? അപ്പോൾ ഇനി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലാക്കുക. എന്താണത്? ഒരാൾ അല്ലേ, ഒരാളാണ് ഓണർ. 1 man 1 business അല്ലേ. ഒരാൾ ഒരു ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു. മനസ്സിലായോ? ഇനി നിങ്ങളത് അതിനെയാണ് ഇത് പഠിക്കേണ്ടത്. അതെ, 1 man 1 business അല്ലേ. ഒരാളാണ് ഓണർ, അയാൾ തന്നെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കുക, നിങ്ങളാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ. അങ്ങനെ ആലോചിക്കുക. നിങ്ങളത് കാണാപ്പാടം പഠിക്കണ്ട, വിടരുത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും, എന്തൊക്കെ കോട്ടങ്ങളുണ്ടാവും. അതാണ് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. ഒന്ന് ആലോചിച്ച് വെക്കുക. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? എല്ലാ പ്രോഫിറ്റും നിങ്ങൾക്ക് തന്നെ എടുക്കാം അല്ലേ. സഫീഷ്യൻറ്റ്, അതായത് ടേക്ക് ഓൾ ദ പ്രോഫിറ്റ് ബൈ 1 person ഇറ്റ്സെൽഫ് അല്ലെ, ബൈ ദ ഓണർ ഇറ്റ്സെൽഫ്. അതൊന്നാമത്തെ കറക്റ്റാണത്. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കടമത്തിൻ്റെ കാര്യം പറയുന്നത്. നെഗറ്റീവ് ഏരിയ അതെവിടെ എഴുതണം? ഡിസഡ്വാൻറ്റേജിൽ എഴുതണ്ടേ. അപ്പോൾ അഡ്വാൻറ്റേജിൽ കൊണ്ടുപോയിട്ട് ഡിസഡ്വാൻറ്റേജ് കൊണ്ട് എഴുതരുത്. മനസ്സിലായോ? അതിനുള്ള അത് കാണിക്കണം കേട്ടോ. അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കടമുണ്ട്, ഡെപ്റ്റ് ഉണ്ട്, കടം. അതെന്താ കടം എന്ന് പറയുന്നത്? എന്താ അത് നല്ലൊരു ടേമാണോ? കടം കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് നല്ലൊരു ടേം അല്ല. അത് ഡിസഡ്വാൻറ്റേജ്, അത് പോരായ്മയായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് അഡ്വാൻറ്റേജാണ്. അൺലിമിറ്റഡ് പോരായ്മയും ലിമിറ്റഡ് ഗുണമാണ്. ലിമിറ്റഡ് കുറഞ്ഞാൽ ബാധ്യതയുള്ളൂ, നമുക്ക് കുറഞ്ഞ ബാധ്യതയുള്ളൂ അല്ലേ, അത് അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പാടില്ല, അത് ഡിസഡ്വാൻറ്റേജിൽ കൊടുക്കുക. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഒന്നായി, അഡ്വാൻറ്റേജ് ടേക്സ് അല്ലേ ഓൾ ദ പ്രോഫിറ്റായി. പിന്നെ അടുത്തത് അഡ്വാൻറ്റേജ് സീക്രസി. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക. വേറെ ആളില്ല, ഇയാൾ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് തന്നെ തീരുമാനിക്കാം. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ അങ്ങനെ വരുന്ന സമയത്ത് സീക്രസി ഉണ്ടെങ്കിൽ ഡിസിഷൻ അയാൾക്ക് തന്നെ എടുത്തൂടെ. ടേക്ക് ഓൾ ദ ഡിസിഷൻസ് അല്ലേ, പ്രോംപ്റ്റ് ഡിസിഷൻ, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാം, അത് അയാൾക്ക് തന്നെ എടുക്കാം. അഡ്വാൻറ്റേജ് 3 അഡ്വാൻറ്റേജ് ആയി. ബുദ്ധിമുട്ടാണോ പഠിക്കാൻ? പ്രോഫിറ്റ് എടുക്കാം, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെന്തായിരുന്നു പറഞ്ഞേ, ഡിസിഷൻസ് പ്രോംപ്റ്റ് ആയിട്ട് എടുക്കാം. പിന്നെ എന്താ അഡ്വാൻറ്റേജ്? ഈസി ഫോർമേഷൻ, പെട്ടെന്ന് അതായത് ഫോം ചെയ്യാം. കമ്പനി പോലെയുള്ള ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും ഇല്ല. ലീഗൽ റെസ്ട്രിക്ഷൻസോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല. അതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അല്ലേ, അപ്പോൾ 4 പോയിന്റോളായി മതി. ഇനി ഇതെന്താ ചെയ്യണ്ടേ? ഇത് പോയിന്റ് കിട്ടി നിങ്ങൾക്ക്. ഇത് നിങ്ങളുടെ സെൻറ്റൻസിൽ എങ്ങനെ മാറ്റും? ഈസി ഫോർമേഷൻ. ദ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ക്യാൻ ബി ഫോംഡ് വെരി ഈസിലി. അങ്ങനെ എഴുതിയാൽ തന്നെ മതി. ഒരു സെൻറ്റൻസ് അവിടെ എഴുതുക, അത് മറന്നുപോകല്ലേ. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ലിസ്റ്റ് ഡൗൺ എന്നായിരിക്കും പറയുന്നത്.
ആ പോയിന്റുകൾ എഴുതുക, ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എന്താണോ ചോദിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എഴുതരുത്. അപ് ടു ദ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഒരു സെൻറ്റൻസ് എങ്കിലും എഴുതി വെക്കുക, ഒരു സെൻറ്റൻസ് എങ്കിലും. അപ്പോൾ അത് എക്സ്പ്ലനേഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ ആ പോയിന്റിൻ്റെ മാർക്ക് അരേ വീഴുള്ളൂ. ചിലപ്പോൾ 1.5 വീടിനടുത്ത് ചിലപ്പോൾ അരേ വീഴുള്ളൂ. ആ ഒരു സെൻറ്റൻസ് കൂടി എഴുതിയാൽ ചിലപ്പോൾ 1.5 കിട്ടി. മനസ്സിലായോ? അപ്പോൾ വെറുതെ നമ്മൾ മാർക്ക് കളയരുത്. പിന്നെ ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് കഴിഞ്ഞോ? പെട്ടെന്ന് പറ, അഡ്വാൻറ്റേജ് കഴിഞ്ഞോ? 4 പറഞ്ഞു. അപ്പോൾ അത്രയെങ്കിലും ഓർത്തിരിക്കുക. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? നമ്മൾ പറഞ്ഞു അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. പിന്നെ കണ്ടിന്യൂറ്റി ഇല്ല, നോ കണ്ടിന്യൂറ്റി അല്ലേ? ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും പറ്റി, രോഗം വന്നു, കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല, കണ്ടിന്യൂ ചെയ്യില്ല. സ്റ്റോപ്പാണ് അവിടെ, ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അത് പാർട്ണർഷിപ്പിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. 2 പേരുള്ള ഒരു ബിസിനസ്സാണെന്ന് വിചാരിച്ചു, ഒരാൾ മരിച്ചു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് അവിടെ ഉണ്ടെങ്കിൽ അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള ഫോമിലായിട്ട് മാറും, പാർട്ണർഷിപ്പ് അല്ല. പിന്നെ അവിടെ വേറെ ആളില്ല, പാർട്ണർഷിപ്പും രണ്ടാണല്ലോ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പോരായ്മ? കണ്ടിന്യൂറ്റി ഇല്ല, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഹൈ റിസ്ക് അല്ലേ? ഇനി വേറെ പോയിന്റ്, ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മൊത്തം ഇയാൾ കൊണ്ടുവരണ്ടേ? 2 പേര് വരുന്ന സമയത്ത് ഇവനോട് എനിക്ക് കൊണ്ടുവരാൻ പറയാം, എനിക്കും എടുക്കാം അല്ലേ? അപ്പോൾ എനിക്ക് കുറച്ചെടുത്താൽ മതി, ബാക്കിയുള്ളത് ഇവൻ നല്ല റിച്ച് ആണെങ്കിൽ ഇവനോട് കുറേ കൊണ്ടുവരാൻ പറയാം. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ റിസ്ക് ഷെയർ ചെയ്യാം. അതായത് ക്യാപിറ്റൽ റിസ്ക് ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണോ ക്യാപിറ്റൽ മുതൽ മുടക്കുന്നത്, അത് പോകുമോ, അത് കൈവിട്ട് പോകുമോ, നഷ്ടത്തിലാവുമോ എന്നുള്ള ആ ഒരു പോസിബിലിറ്റിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഈ റിസ്ക് എന്ന് പറയുന്നത് എന്താ, ലോസ് ആണോ? അല്ല. റിസ്ക് എന്ന് പറയുന്നത് ചാൻസ് ആണ് അല്ലേ? പോസിബിലിറ്റി ഓഫ് ലോസ്, പോസിബിലിറ്റി ഓഫ് ഒക്കറിങ് ലോസ് വരാനുള്ള, ലോസോ പ്രോഫിറ്റോ ആയിരിക്കാം, പക്ഷെ ലോസ് വരാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റാത്തതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ആ റിസ്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? അല്ലാതെ ലോസ് വരുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് വെക്കല്ലേ, ലോസ് വരാനുള്ള ചാൻസ്, ആ ചാൻസ് എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലെങ്കിൽ പോസിബിലിറ്റി, പ്രോബബിലിറ്റി, അങ്ങനെയുള്ള ടേം ഓർത്തിരിക്കുക. പോസിബിലിറ്റി ഓഫ് ഒക്കറിങ് ഓഫ് ലോസ് ഈസ് കോൾഡ് റിസ്ക്. ഇനി എന്താ? അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ അല്ലേ? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഹൈ റിസ്ക് ആയി. പിന്നെ എന്തായിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി, അതേപോലെ തന്നെ നോ കണ്ടിന്യൂറ്റി. ഇത്രയും പോയിന്റ് കിട്ടിയോ? ഓർത്തെടുക്കാൻ പറ്റുമോ? ആലോചിക്ക്. കാണാപ്പാടം വിടുന്ന് പഠിക്കുന്നത് നിങ്ങൾ നിർത്ത്, അപ്പോൾ പരിപാടി നിർത്ത്. ഇനി തീരെ കിട്ടാത്തത്, മനസ്സിലാവാത്തത് മാത്രം കാണാപ്പാടം പഠിക്കുക. എല്ലാം കാണാപ്പാടം പഠിക്കും. നമ്മൾ ഇത് മറ്റേ 2 GB റാമൊന്നും അല്ലല്ലോ അല്ലേ? 16 GB റാം, ഇതിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറേജ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സ്മാർട്ട് വർക്ക് ചെയ്യുക, ആലോചിച്ച് കൊണ്ടുവരിക. അത് വലിയൊരു ബേർഡൻ ആയിട്ട് കരുതരുത്. എക്സാമിനേഷൻ ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ബേർഡൻ. അയ്യോ ഇത് അറിയത്തില്ല, പഠിച്ചില്ല. എന്തിനാ പഠിക്കുന്നേ? ക്ലാസ് കേൾക്കുക, പോയിരുന്ന് എഴുതുക. നമ്മുടെ ചുറ്റുപാടുണ്ട് ആൻസർ, ആലോചിക്കുക, എഴുതുക. അല്ലാതെ എഴുതാതിരിക്കരുത്. മലയാളം അറിയെങ്കിൽ ആ മലയാളത്തിന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക, എഴുതുക. അനക്ക് അങ്ങനെയല്ലേ പാസ്സായത്? ഇതൊക്കെ പോത്തിരുന്ന് പഠിച്ചിട്ടാ? പിന്നെ ഇനി രണ്ടാമത്തെ ഏരിയ ആണ്. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഒരു ഏരിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷുവറാണ്. ഇനി അടുത്ത പാർട്ട്ണർഷിപ്പ്. ഈ പാർട്ട്ണർഷിപ്പിനുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്ത വർഷം അക്കൗണ്ടൻസിയിലും പഠിക്കും, സെയിം കാര്യം. അപ്പോൾ അതേ ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സംസാരിച്ചിരിക്കാം, അറിയാലോ. അപ്പോൾ അവിടെ അല്ലെങ്കിൽ അതും വീണ്ടും ശ്രദ്ധിക്കുക, സെയിം പോയിന്റാണ്. എന്താണ് പാർട്ട്ണർഷിപ്പ്, എന്താണ് ഡീഡിൻ്റെ കണ്ടൻസ് എന്താണ്, എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, ഇതേ കാര്യം അക്കൗണ്ടൻസിയിൽ നിങ്ങൾ അടുത്ത വർഷം പഠിക്കാൻ പോവാം, ഇൻട്രഡക്ഷൻ. അപ്പോൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടീച്ചർ ചോദിക്കുന്ന സമയത്ത് ഷൈൻ ചെയ്യാം. എന്താണ് പാർട്ട്ണർഷിപ്പ്? 2 അതിലധികമോ 2 പേര് മിനിമം വേണം. ഒരാളാണ് സോൾ എന്നുള്ള ലിസ്റ്റിലല്ലേ വരിക. അപ്പോൾ ആലോചിക്കുക, അപ്പോൾ 2 പേര് മിനിമം വേണം. 2 or more അല്ലേ? 2 or more 2 or more പേഴ്സൺസ്. അതിൻ്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുക. ഇൻ എ ബിസിനസ്, അതായത് മീനിങ്. ഇനി അതിന് ചിലപ്പോൾ ഡെഫിനേഷൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. മീനിങ് വേറെ, ഡെഫിനേഷൻ വേറെ. ഡിഫൈൻഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു വന്നാലോ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്ന കാര്യമാണ്. ആക്ട് ബൈ പാർലമെൻറ്റ്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ആ ഡേറ്റ് പഠിച്ചു വെക്കുക. 1932 ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 4 ഇതൊക്കെ നമ്മുടെ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അക്കോർഡിംഗ് ടു ദ ലോ അല്ലേ? സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അപ്പോൾ ഡെഫിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേ രീതിയിൽ എഴുതേണ്ടി വരും. അതിന് നമുക്ക് മീൻസ് എന്താ പറയുക, നിങ്ങളുടേതായ രീതിയിൽ എഴുതിയിട്ട് കാര്യമില്ല.
റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ്. എന്തിനാ അവർ ഫോം ചെയ്യുന്നത്, വരുന്നത് എന്തിനാ? രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട? പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. അതിനാണ് അവർ എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഈസ് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പേഴ്സൺ ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഈ സെൻറ്റൻസ് ഒന്ന് ഓർത്തിരിക്കുക. ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഇത് പഠിച്ചാൽ എന്നുള്ള ഗുണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഫീച്ചറായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഫീച്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ക്യാരീഡ് ഓൺ ബൈ ഓൾ ഒരു ഫീച്ചറാണ്. എനി മീൻസ് അതേപോലെ തന്നെ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ അതും ഒരു ഫീച്ചർ തന്നെയാണ്. ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ അർത്ഥം എന്താ? ക്യാരീഡ് ഓൺ ബൈ ഓൾ, എല്ലാവരും ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ക്യാരീഡ് ഓൺ ബൈ ഓൾ, എല്ലാവരും പ്രിൻസിപ്പാളാണ്. അതായത് എല്ലാവരും ആക്റ്റീവ്ലി ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്, അതായത് ഫണ്ട് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്, ആ സ്ഥാപനത്തിൽ വരുന്നുണ്ട്, നോക്കി നടത്തിപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മാറി നിൽക്കുന്നില്ല. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അതേ പറഞ്ഞാൽ എല്ലാം കണക്റ്റഡാണ്. നമ്മൾ പഠിക്കുന്ന കാര്യം എല്ലാം ഒന്ന് പഠിക്കുമ്പോൾ അടുത്ത ഇതിലേക്ക് കണക്ട് ചെയ്യാം. പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്സ്, പാർട്ട്ണർഷിപ്പിൻ്റെ അല്ല പാർട്ട്നേഴ്സിൻ്റെ ടൈപ്പ്. നോമിനൽ പാർട്ട്ണർ, സ്ലീപ്പിംഗ് പാർട്ട്ണർ, ആക്റ്റീവ് പാർട്ട്ണർ, സീക്രട്ട് പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അയാൾ സ്ഥാപനത്തിൽ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അക്കൗണ്ട്സ് എല്ലാം നോക്കി നടത്തുന്നുണ്ട്, പ്രോഫിറ്റ് കൃത്യമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ആക്റ്റീവാണ്. ഇനി അതിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാലോ, സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമെൻറ്റ്. ഇവർ ക്യാപിറ്റൽ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ, പൈസ കൊടുക്കും, ആ ലാഭം ഇങ്ങോട്ട് തന്നോളി എന്ന് പറയും, ബാക്കിയൊന്നും നമ്മൾ കിട്ടൂല, പൈസ ഇടുന്നുണ്ട്, ലാഭം വരുമ്പോൾ അങ്ങോട്ട് തന്നോളി. അതാണ് സ്ലീപ്പിംഗ്, ഉറങ്ങുകയാണ്, അതിൽ വരുന്നില്ല, സ്ഥാപനത്തിലേക്ക് വരുന്നില്ല. നോമിനൽ പാർട്ട്ണർ എന്താ? പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ടൈപ്സ് വരാനുള്ള കാരണം തന്നെ ഈ സെൻറ്റൻസാണ്. ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ക്യാരീഡ് ഓൺ ബൈ ഓൾ, എല്ലാവരും ബിസിനസ്സിൽ പ്രിൻസിപ്പിളാണ്, അതായത് എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എല്ലാം ഹറി ബറി റഷാണ്. അവർ വരുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ മലയാളത്തിൽ. ഇനി എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടി ഒരാൾ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുക.